അമ്മാമേ, ഈ ധനവാന്റെ ലാസറിന്റെ കഥയിലുണ്ടല്ലോ, അതില് ധനവാന്റെ പേരെന്താ? ധനവാന്റെ പേര് ധനവാന്റെ പേര് ഈശോ പറഞ്ഞിട്ടില്ലല്ലോ അതില്. ലാസർ ദരിദ്രനായിരുന്നില്ലേ? അപ്പൊ ആ ദരിദ്രന്റെ ദാരിദ്ര്യം മാറ്റാൻ വല്ലതും ചെയ്താ? ഇല്ല. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോവോ? ഇല്ല. സ്വർഗത്തിൽ പോവാത്തവരുടെ പേര് ഈശോയ്ക്ക് വേണോ? വേണ്ട. അതന്നെ കാര്യം. ചില ധനവാന്മാരും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരും നല്ലവരായിട്ട് മാറും. പണ്ടൊരു ദരിദ്രനുണ്ടായിരുന്നു. ആ ദരിദ്രന്റെ പേര് അബ്രഹാം എന്നായിരുന്നു. കേട്ടിട്ടുണ്ടാകാതെ? ഇല്ല. അബ്രഹാം എന്ന്. നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അവറാച്ചൻ എന്നാണ്. ദരിദ്രനായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ വീട്, ആ വീട്ടിനകത്ത് അവറാച്ചൻ ചേട്ടനും ഭാര്യയും കൂടെ അങ്ങനെ ഉള്ളത് ചൂടാക്കിയും കഴിച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി. കൊല്ലത്തിൽ ഒരിക്കലാണ് ഇറച്ചിക്കറി വെച്ചിരുന്നത്. അങ്ങനെ ഒരു കൊല്ലം ഇറച്ചിക്കറി കഴിച്ചാൽ പിന്നെ അടുത്ത കൊല്ലം, അതും പള്ളിപ്പെരുന്നാളിന്. അപ്പോൾ അടുത്ത കൊല്ലം പെരുന്നാൾ വരാനായിട്ട് അങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഈ കാശും കൊടുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കിട്ടണ നാണയമൊക്കെ ഇങ്ങനെ ഇട്ട് നിക്ഷേപിച്ച് പെരുന്നാൾ വരുമ്പോൾ അതൊരു കുടുക്ക പൊട്ടിച്ച് എണ്ണി നോക്കി ഇറച്ചി മേടിക്കാൻ കാശുണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ നോക്കൽ അവരുടെ ഒരു ഭയങ്കര പെരുന്നാളാണ് വീട്ടിൽ. ദിവസം ആ കൊല്ലത്തെ പെരുന്നാൾ വന്നു. ഒരു കുടുക്കയൊക്കെ പൊട്ടിച്ച് കാശൊക്കെ എണ്ണി നോക്കി റാഞ്ചേട്ടനും ചേച്ചിയും കൂടെ പെരുന്നാൾ കൂടാൻ പോവുക. അപ്പോൾ വരണ വഴിക്ക് ഇറച്ചി മേടിച്ചുകൊണ്ട് വരാം. അടുത്ത വീട്ടിലെ ഒരു ചേട്ടനെയും പയ്യലി ചേട്ടൻ, ഈ ചേട്ടനും അവറാച്ചനും കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇറച്ചിക്കടയിലേക്ക് പതുക്കെ പാളി നോക്കി. ഷെടാ, ഇറച്ചി തീരാറായേക്കണം. അപ്പം അവറാൻ ചേട്ടൻ എന്ത് ചെയ്തു? പയ്യലി, നീ പോയിക്കോ, ഞാൻ ഒത്തിരി ഇറച്ചി മേടിച്ചിട്ട് കൊല്ലത്തിൽ ഒരിക്കലല്ലേ കിട്ടുള്ളൂ, അതൊന്ന് മേടിക്കട്ടെ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും അത് തീരും എന്ന് പറഞ്ഞ് ഇറച്ചിക്കടയിലേക്ക് പോയി. അപ്പോൾ ആ ചേട്ടൻ ഈ ഇറച്ചി മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ചേട്ടാ ഇത് എന്ത് ചെയ്യും? പള്ളിയിലേക്കാണ് പോണത്. അപ്പം എന്ത് ചെയ്യും? പള്ളിയിലേക്ക് ഇറച്ചിപ്പൊതിയും കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്തു? ഈ മുണ്ടിൻ്റെ മടിക്കുത്തുണ്ടല്ലോ, ആ മടിക്കുത്തിൽ ഈ പൊതി ഇങ്ങനെ വെച്ച മുണ്ടുകൊണ്ട് മടിക്കുത്ത് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കുത്തി ഷർട്ടൊക്കെ ശരിക്കും വലിച്ചിട്ടിട്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് ചെന്ന് അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം തീരാറായിട്ടുണ്ട്. അപ്പോൾ ആ പ്രസംഗം അവസാനിപ്പിച്ച അച്ഛൻ ജനങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരരെ, അബ്രഹാമിൻ്റെ മടിയിൽ നാം എന്താണ് കാണുന്നത് എന്നതിനെ കുറിച്ചു. അപ്പോൾ നമ്മുടെ അവറാച്ചനേട്ടൻ എന്ന് വിചാരിച്ചു, ചേട്ടാ ആ പൈലി നേരത്തെ പോയിട്ട് അച്ഛനോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവറാച്ചൻ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി മേടിക്കേണ്ടതുള്ളത്. അപ്പോൾ അവറാച്ചൻ ചേട്ടൻ വിചാരിച്ചു, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. അവറാച്ചൻ ചേട്ടൻ എന്ത് പറഞ്ഞു? ഒരു ഇറച്ചിപ്പൊതിയാണ് അച്ഛോ എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളൊക്കെ കൂടി ഭയങ്കരമായിട്ട് ചിരിച്ച് എല്ലാവരും അവറാൻ ചേട്ടനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവറാൻ ചേട്ടനൊന്നും മനസ്സിലായില്ല. അവസാനം പറഞ്ഞും പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ എന്താ, ധനവാന്റെയും ലാസറിൻ്റെയും കഥയായിരുന്നു. അവിടെ ആരായിരുന്നു അബ്രഹാമിൻ്റെ മടിയിൽ? ലാസറിനെ കണ്ടു. പക്ഷേ ഈ കഥ കേൾക്കാൻ ഈ അബ്രഹാം ചേട്ടൻ നേരത്തിനും സമയത്തിനും പള്ളിയിലെത്തിയോ? ഇല്ല. അബ്രഹാം വന്നത് എന്തും കൊണ്ടാണ്? ഇറച്ചിപ്പൊതിയും കൊണ്ട്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്, ഒരാശയമുണ്ട്. എന്താണത്? നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മടിയിലും കയ്യിലും ഒന്നും ഇറച്ചിപ്പൊതിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതുപോലുള്ള ഇറച്ചിപ്പൊതികളൊന്നും ഉണ്ടാവരുത്. മനസ്സ് ശുദ്ധമായിരിക്കണം, ക്ലിയറായിരിക്കണം.